ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും അസുഖകരവും എന്നാൽ സാധാരണവുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അസിഡിറ്റി. ഭക്ഷണം കഴിച്ചതിന് ശേഷം നെഞ്ചിലോ തൊണ്ടയിലോ കത്തുന്ന പോലെ ഒരു അനുഭവം നാം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില ഭക്ഷണങ്ങൾ സ്വാഭാവികമായും അസിഡിറ്റി ഒഴിവാക്കാൻ സഹായിക്കും. അസിഡിറ്റിയിൽ നിന്ന് ആശ്വാസം നൽകുന്നതിനും മൊത്തത്തിലുള്ള ദഹനാരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ചില അതിശയകരമായ ഭക്ഷണങ്ങളെക്കുറിച്ച് നമുക്കിന്നറിയാം. ആദ്യം അസിഡിറ്റി എന്താണെന്ന് മനസ്സിലാക്കുന്നു. ആമാശയത്തിലെ ഗ്യാസ്ട്രിക് ഗ്രന്ഥികളിൽ ആസിഡുകളുടെ അധിക ശ്രവണം ഉണ്ടാകുമ്പോഴാണ് അസിഡിറ്റി ഉണ്ടാകുന്നത്. ഇത് നെഞ്ചെരിച്ചിൽ, ദഹനക്കേട്, അസ്വസ്ഥത തുടങ്ങിയ ലക്ഷണങ്ങളിലേക്ക് നയിച്ചേക്കാം. സമ്മർദ്ദം, മോശം ഭക്ഷണശീലങ്ങൾ, ചില മരുന്നുകൾ തുടങ്ങിയ ഘടകങ്ങൾ അസിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. ഇതിന് പരിഹാരം എന്തെന്നാൽ നിങ്ങളുടെ ദിനചര്യയിൽ ചില പ്രത്യേക ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് വയറിലെ ആസിഡിനെ നിർവീര്യമാക്കാനും നിങ്ങളുടെ ദഹനവ്യവസ്ഥയെ ശമിപ്പിക്കാനും സഹായിക്കും. 1. വാഴപ്പഴം. അസിഡിറ്റിക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ് ഏത്തപ്പഴം. അവയ്ക്ക് ഉയർന്ന pH നിലയുണ്ട്. ഇത് ആമാശയത്തിലെ ആസിഡിനെ നിർവീര്യമാക്കാൻ സഹായിക്കുന്ന ക്ഷാര ഭക്ഷണമാക്കി മാറ്റുന്നു. വാഴപ്പഴത്തിൻ്റെ നാരുകൾ അത് ദഹനത്തെ സഹായിക്കുകയും ആസിഡ് റിഫ്ലക്സിനെ തടയുകയും ചെയ്യുന്നു. നേന്ത്രപ്പഴം ലഘുഭക്ഷണമായി കഴിക്കുകയോ പ്രഭാത ഭക്ഷണത്തിൽ ചേർക്കുകയോ ചെയ്യുന്നത് അസിഡിറ്റിയിൽ നിന്ന് പെട്ടെന്ന് ആശ്വാസം നൽകും. 2. ഇഞ്ചി. ഇഞ്ചി ഒരു ശക്തമായ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. ഇത് നൂറ്റാണ്ടുകളായി വിവിധ ദഹന പ്രശ്നങ്ങൾക്ക് ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു. ഇത് ആമാശയത്തിലെ ആസിഡ് ഉൽപ്പാദനം കുറയ്ക്കാനും ദഹനനാളത്തെ സുഖപ്പെടുത്താനും സഹായിക്കുന്നു. ഇഞ്ചി ചായ കുടിച്ചോ, ഭക്ഷണത്തിൽ പുതിയ ഫ്രഷ് ഇഞ്ചി ചേർത്തോ, പാചകത്തിൽ ഇഞ്ചിപ്പൊടി ഉപയോഗിച്ചോ നിങ്ങൾക്ക് ഇഞ്ചി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. 3. ഓട്സ്. ഓട്സ് നാരുകളുടെ മികച്ച ഉറവിടമാണ്. അസിഡിറ്റി ഉള്ളവർക്ക് ഇത് വളരെ അധികം ശുപാർശ ചെയ്യുന്നു. ഇത് ആമാശയത്തിലെ ആസിഡുകൾ ആഗിരണം ചെയ്യുകയും ഗ്യാസ്ട്രോ ഈസോഫേഷ്യൽ റിഫ്ലക്സ് രോഗത്തിൻ്റെ അതായത് ഗേഡിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു. പ്രഭാത ഭക്ഷണത്തിന് ഒരു ബൗൾ ഓട്സ് നിങ്ങളെ പൂർണ്ണമായി നിലനിർത്താനും ആരോഗ്യകരമായ ദഹനവ്യവസ്ഥ നിലനിർത്താനും സഹായിക്കും. 4. തൈര്. തൈരിൽ പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനത്തെ സഹായിക്കുകയും കുടലിൻ്റെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഗുണം ചെയ്യുന്ന ബാക്ടീരിയകളാണ്. ഇത് ആമാശയത്തിലെ ആസിഡ് നിർവീര്യമാക്കാനും ആസിഡ് റിഫ്ലക്സിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. മികച്ച ഫലത്തിനായി പ്ലെയിൻ മധുരമില്ലാത്ത തൈര് തിരഞ്ഞെടുക്കുക. കൂടാതെ പഞ്ചസാരയും കൃത്രിമ ചേരുവകളും അടങ്ങിയ രുചിയുള്ള ഇനങ്ങൾ ഒഴിവാക്കുക. 5. പച്ച ഇലക്കറികൾ. ചീര, കേൽ, സ്വിസ് ചാർഡ് തുടങ്ങിയ പച്ച ഇലക്കറികൾ ക്ഷാരഗുണമുള്ളതും ശരീരത്തിൻ്റെ pH അളവ് സന്തുലിതമാക്കാൻ സഹായിക്കുന്നതുമാണ്. അവയിൽ കൊഴുപ്പും പഞ്ചസാരയും കുറവാണ്. അത് ആമാശയത്തിലെ ആസിഡ് ഉൽപ്പാദനം കുറയ്ക്കാൻ സഹായിക്കും. സലാഡുകളിലോ സ്മൂത്തികളിലോ വേവിച്ച വിഭവങ്ങളിലോ ഈ പച്ചിലകൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ചേർക്കുന്നത് ദഹനത്തിൻ്റെ ആരോഗ്യം ഗണ്യമായി മെച്ചപ്പെടുത്തും. 6. ബദാം. ബദാം പോഷകങ്ങളാൽ സമ്പന്നമാണ്. കൂടാതെ ആമാശയത്തിലെ ആസിഡിനെ നിർവീര്യമാക്കാൻ സഹായിക്കുന്ന ആൽക്കലൈൻ ഭക്ഷണമാണ്. ഒരു പിടി ബദാം കഴിക്കുന്നത് അസിഡിറ്റിയിൽ നിന്ന് പെട്ടെന്ന് ആശ്വാസം നൽകും. മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് നല്ല ആരോഗ്യകരമായ കൊഴുപ്പുകളും അവയിൽ അടങ്ങിയിട്ടുണ്ട്. 7. തണ്ണിമത്തൻ. തണ്ണിമത്തൻ, തേൻ എന്നിവയിൽ ആസിഡ് കുറവും ജലാംശം കൂടുതലും ഉള്ളതിനാൽ അവയെ അസിഡിറ്റി ഇല്ലാതാക്കാൻ മികച്ചതാക്കുന്നു. ശരീരത്തിലെ ജലാംശം നിലനിർത്താനും pH ബാലൻസ് നിലനിർത്താനും അവ സഹായിക്കുന്നു. തണ്ണിമത്തൻ ഒരു ലഘുഭക്ഷണമായി ആസ്വദിക്കുക, അല്ലെങ്കിൽ സലാഡുകളിലും സ്മൂത്തികളിലും ചേർക്കുക. 8. പെരുംജീരക വിത്തുകൾ. പെരുംജീരകം പരമ്പരാഗതമായി ദഹനം മെച്ചപ്പെടുത്തുന്നതിനും അസിഡിറ്റി കുറയ്ക്കുന്നതിനും ഉപയോഗിക്കുന്നു. അവ ആമാശയത്തെ തണുപ്പിക്കൽ ഫലമുണ്ടാക്കുകയും ആമാശയത്തിലെ ആസിഡുകളെ നിർവീര്യമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഭക്ഷണത്തിന് ശേഷം കുറച്ച് പെരുംജീരകം ചവയ്ക്കുകയോ പെരുംജീരക ചായ കുടിക്കുകയോ ചെയ്യുന്നത് അസിഡിറ്റിയിൽ നിന്ന് പെട്ടെന്ന് ആശ്വാസം നൽകും. 9. പപ്പായ. പപ്പായയിൽ പപ്പൈൻ എന്ന എൻസൈം അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനത്തെ സഹായിക്കുകയും പ്രോട്ടീനുകളെ തകർക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ആമാശയത്തെ ശമിപ്പിക്കുകയും ആസിഡ് ഉൽപാദനം കുറയ്ക്കുകയും ചെയ്യുന്ന ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ഇതിനുണ്ട്.
പുതിയ പപ്പായ കഴിക്കുകയോ പപ്പായ ജ്യൂസ് കുടിക്കുകയോ ചെയ്യുന്നത് അസിഡിറ്റി ലക്ഷണങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും. 10. തേങ്ങാവെള്ളം. തേങ്ങാവെള്ളം പ്രകൃതിദത്തമായ ശീതീകരണമാണ്. ഇത് ദഹന വ്യവസ്ഥയെ ശാന്തമാക്കാൻ സഹായിക്കും. ഇലക്ട്രോലൈറ്റുകളാൽ സമ്പന്നമായ ഇത് ശരീരത്തിന്റെ pH ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നു. തേങ്ങാവെള്ളം പതിവായി കുടിക്കുന്നത് അസിഡിറ്റിയിൽ നിന്ന് ആശ്വാസം നൽകുകയും നിങ്ങളുടെ ജലാംശം നിലനിർത്തുകയും ചെയ്യും. ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ. ഈ ഭക്ഷണങ്ങൾ അസിഡിറ്റി ഒഴിവാക്കാൻ സഹായിക്കുമെങ്കിലും ഇതിന് കാരണമാകുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതും പ്രധാനമാണ്. ചില സാധാരണ അസിഡിറ്റിക്ക് കാരണമാകുന്ന ഭക്ഷണങ്ങൾ ഇവയൊക്കെയാണ്: സിട്രസ് പഴങ്ങൾ, ഓറഞ്ച്, നാരങ്ങ, മുന്തിരി എന്നിവ ആമാശയത്തിലെ ആസിഡ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കും. എരിവുള്ള ഭക്ഷണങ്ങൾ, മുളകും എരിവുള്ള സോസുകളും വയറ്റിൻ്റെ ആവരണത്തെ പ്രകോപിപ്പിക്കും. വറുത്തതും കൊഴുപ്പുള്ളതുമായ ഭക്ഷണങ്ങൾ ഇവ ദഹനത്തെ മന്ദീഭവിപ്പിക്കുകയും ആസിഡ് റിഫ്ലക്സ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. കഫീൻ, കാപ്പി, ചായ, എനർജി ഡ്രിങ്കുകൾ എന്നിവ ആസിഡ് ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കും. കാർബണേറ്റഡ് പാനീയങ്ങൾ, സോഡകളും മിന്നുന്ന വെള്ളവും വയറുവീർപ്പും ആസിഡ് റിഫ്ലക്സും വർദ്ധിപ്പിക്കും. ഈ ആസിഡിറ്റി റിലീഫ് ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അസിഡിറ്റി നിയന്ത്രിക്കുന്നതിലും തടയുന്നതിലും കാര്യമായ മാറ്റമുണ്ടാക്കും. ഓർക്കുക, സമീകൃതാഹാരം നിലനിർത്തുക, ജലാംശം നിലനിർത്തുക, ചെറുതും ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കുകയും അസിഡിറ്റി നിലനിർത്താൻ ഇവയൊക്കെ സഹായിക്കും. If you love to watch this video, you can like, share and subscribe.